ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അൽഫാനായ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ കയ്യിലുള്ള റെഡ് ലിപ്സ്റ്റിക്സിൻ്റെ സ്വാച്ചസ് ആണ്. നമുക്കൊരു മാരേജ് ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു റെഡ് ലിപ്സ്റ്റിക്സിൻ്റെ സ്വാച്ചസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ചാനൽ വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നിങ്ങൾ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താലാണ് എനിക്ക് റീച്ച് കൂടുള്ളൂ. സോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്വാച്ചസിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് വൺ വന്നിട്ട് സിസ് ബ്യൂട്ടിയുടെ മാജിക് മെറൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് എല്ലാ സ്കിൻ ടോൺസിനും ചേരുന്ന നല്ല സൂപ്പർബായിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിന് നല്ല സ്മെല്ലാണ് കേട്ടോ. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മുടെ ചുണ്ടിൽ ഡ്രൈ ആകില്ല, എപ്പോഴും ആ ഒരു മോയ്സ്ചറൈസിങ് ഫീല് കീപ്പ് ചെയ്യും. പക്ഷേ ഇത് കാണുമ്പോൾ മാറ്റ് ഫിനിഷും ആയിരിക്കും. നമ്മൾ ലിപ്പിലിട്ടിട്ട് മിററിൽ നോക്കുന്ന സമയത്ത് ഇത് മാറ്റ് ഫിനിഷ് ആയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ ഇരിക്കുന്നത്. ഓയിലി ഫീല് നമുക്ക് തരില്ല. വളരെ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. നമുക്ക് ഏത് ഫംഗ്ഷന് പോകുമ്പോഴും വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷെയ്ഡാണ്. ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റർ ആയതുപോലെ നമുക്ക് തോന്നും കേട്ടോ. വളരെ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. സെക്കൻഡ് വൺ വന്നിട്ട് മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മൈറ്റ് ലിപ് ക്രീം ഇൻ ദ ഷെയ്ഡ് 10. ഇത് ലിപ് ക്രീമാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ലിപ് ക്രീം എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇതൊരിക്കലും നമ്മുടെ ലിപ്പിനെ ഡ്രൈ ആക്കില്ല. ഇതിടുന്ന നേരത്ത് നമുക്ക് ലിപ് ബാം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത്രയ്ക്ക് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. 3 to 4 hours വരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെന്താ, നമ്മുടെ ലിപ്പിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് മെനക്കേടുണ്ടെന്നേ ഉള്ളൂ. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. കാരണം ആ ആപ്ലിക്കേറ്റർ വലിയ സുഖമില്ലാത്തതുകൊണ്ടാണ് അതിന് നമുക്ക് പ്രൊഡക്റ്റ് വരാൻ ഇച്ചിരി പാടാണ്. ആ ഒരു ഇത് മാത്രമേ ഇതിന് പറയാനുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും വളരെ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. തേർഡ് വൺ വന്നിട്ട് ഫേസസ് കാനഡയുടെ മെറൂൺ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഒരു ഓറഞ്ച് കൈൻഡ് ഓഫ് റെഡാണ്, പക്ഷേ അത്രയ്ക്ക് ഓറഞ്ചും അല്ല. നമ്മുടെ ലിപ്സുകൾക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഡസ്കി സ്കിൻ ടോൺസിനുള്ളവർക്കും ഡീപ്പ് ഡസ്കി സ്കിൻ ടോൺസിനുള്ളവർക്കും ഒക്കെ സ്യൂട്ടാവുന്ന നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ ഇത് നമ്മുടെ ചുണ്ടിനെ ഒട്ടും ഡ്രൈ ആക്കില്ല, പക്ഷേ നല്ല മാറ്റ് ഫിനിഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ലിപ്പിൽ ആ മോയ്സ്ചറൈസിങ് ഇത് എപ്പോഴും കീപ്പ് ചെയ്യും കേട്ടോ. 3 to 4 hours വരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. വളരെ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. അഫോർഡബിളാണ്. ഞാനിപ്പോൾ കാണിച്ചത് എല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എല്ലാം 300 ബിലോയാണ് വരുന്നത് റേറ്റ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളെപ്പോഴും ഒരു റെഡ് ലിപ്സ്റ്റിക്സ് ഇടുന്നത് നമുക്ക് കുറച്ചും കൂടെ നമുക്കൊരു ഭംഗി തരികയാണ് ചെയ്യാം. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ലാക്മേ ഫോറെവർ മെയ്റ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് റെഡ് സാങ്ക്രിയ. എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാനിതിൻ്റെ മൂന്ന് ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇത്തിരി കുറവാണ്. അത് മാത്രമാണ് ഇതിനുള്ള ഏക പ്രശ്നം. പെട്ടെന്ന് തീർന്നു പോകും. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ പെട്ടെന്ന് തീർന്നു പോകുന്നത്. കംഫർട്ടബിളാണ് നമ്മുടെ ലിപ്പിൽ. എന്താണ്, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. എനിക്കിതൊക്കെ ഫുൾ ഡേ ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാറുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിച്ചാൽ മാത്രം മതി, അത്രയേ ഉള്ളൂ. എൻ്റെ സ്കിന്നിന് ഏറ്റവും നന്നായിട്ട് ചേരുന്ന റെഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഓൾ ടൈം ഫേവറേറ്റ് ആണ് റെഡ് സാങ്ക്രിയ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയൊരു റെഡിഷ് ഷെയ്ഡാണ് ഇതിനുള്ളത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ സൺസെറ്റ് റെഡ്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വലിയ ഫാനൊന്നുമല്ല ഞാൻ. ഈ ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് എനിക്കിത് ഫ്രീ കിട്ടിയതാണ്. വേറൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിയപ്പോൾ ഇത് ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ഷെയ്ഡ് ഇട്ടാൽ എനിക്ക് ചേരില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് എനിക്കിത് സ്യൂട്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊരു ഓറഞ്ച് കൈൻഡ് ഓഫ് റെഡാണ് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സംഭവം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി കളയും നമ്മുടെ ചുണ്ടിനെ. എത്ര ലിപ് ബാം ഇട്ടാലും എത്ര മോയ്സ്ചറൈസിങ് കൊടുത്താലും ഇത് ലിപ്പിനെ ഡ്രൈ ആക്കി കളയും. സോ ഞാനൊരു ലോങ് ടൈം ഫംഗ്ഷനൊന്നും ഇത് ഇട്ടിട്ട് പോകാറില്ല. കുറച്ച് നേരം പോയിട്ട് വരേണ്ട എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങിയിരിക്കും. സോ എനിക്കിത് വലിയ ഇഷ്ടമല്ലാത്ത ലിപ്സ്റ്റിക്കാണ്. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.